ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് മാതൃകയായിട്ട് നൽകുന്നത് ദാനിയേൽ പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു സംഭവം, അദ്ദേഹത്തെ അടിമയായി കൊണ്ടുപോയത് നമുക്കറിയാം. ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ, അദ്ദേഹമായിരിക്കുന്ന സ്ഥലത്ത് ജെറുസലേം ദേവാലയത്തിൻ്റെ നേരെ തുറന്നിരിക്കുന്ന ജനല തുറന്ന് അങ്ങോട്ട് നോക്കി എല്ലാ ദിവസവും 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് പലപ്പോഴും നന്ദി പറയുന്ന ശീലം വളരെ കുറവാണ്. അത് നമ്മളൊന്ന് പാലിക്കേണ്ടത് നല്ലതാണ്. ഒരുപാട് അനുഗ്രഹം കിട്ടാൻ നല്ലതാണ്. ഈശോ 10 കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തി. തിരിച്ച് ഒരു കുഷ്ഠരോഗി മാത്രമാണ് രോഗം സൗഖ്യമായപ്പോൾ തിരിച്ചു വരുന്നത്. ഈശോ ചോദിക്കുന്നുണ്ട്, ബാക്കി 9 പേർ എവിടെയെന്ന്. പ്രിയമുള്ളവരെ, നന്ദി പ്രകാശിപ്പിക്കുക ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു കവാടം തുറക്കുന്ന ഒന്നാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും പ്രഭാതത്തിൽ നമ്മൾ ദൈവം ഇന്നോളം വരച്ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും, ഈ നിമിഷം വരച്ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും, ഇനി നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയുന്നൊരു ശീലം നമുക്കുണ്ടാകണം. നിങ്ങൾ എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ ദാനിയേൽ പ്രവാചകൻ എന്ത് ചെയ്തു? അദ്ദേഹം ജെറുസലേമിന് നേരെ തുറന്നു കിടന്ന ആ ജനലയിൽ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. എല്ലാ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്ദി പറഞ്ഞു നോക്കി, 3 മാസം പോലും വേണ്ട, അതിനുള്ളിൽ തന്നെ ദൈവത്തിൻ്റെ അനന്തമായ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ദൈവത്തിനോട് നന്ദി പറയാൻ, ഏതൊക്കെ അനുഗ്രഹത്തിന്? നമുക്ക് ഈ ജീവിതം നൽകിയതിന്, ജീവനോടെ ആയിരിക്കാനുള്ള അവസ്ഥ കിട്ടിയതിന്, ഒരു അപകടം കൂടാതെ ജീവിത പങ്കാളി, മക്കളെ ഓർത്ത്, വരുമാന മാർഗത്തെ ഓർത്ത്, അതോടൊപ്പം തന്നെ നമ്മുടെ തകർച്ചകളെ ഓർത്ത്, വേദനകളെ ഓർത്ത് നന്ദി പറയുക. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കും. കർത്താവായ ഈശോയെ, അങ്ങയോട് പ്രാർത്ഥിക്കുവാനും നന്ദി പറയുവാനുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ അങ്ങ് ചൊരിഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ പോരായ്മകളുണ്ട്, ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്, പാപങ്ങളുണ്ട്. ഈശോയെ, അവയൊക്കെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. ദൈവമേ, അങ്ങനെ കാത്തുകൊള്ളുന്നതിനെ ഓർത്ത്, അങ്ങയുടെ അനന്തമായ പരിപാലനയെ ഞങ്ങളെ നയിക്കുന്നതിനെ ഓർത്ത് ഈ നിമിഷം ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണം ഈശോയെ. ഈശോനാഥായൻ രാജാവായി ആത്മാവിൽ വാ, ആന്തരികാനന്ദം എന്നിൽ നീ ഏകുവേഗം. ചിന്തകളും ചെയ്തികളും നിർമ്മലമാക്കാൻ വാ, ദൈവഭയം എൻ്റെ ഉള്ളിൽ നിത്യവുമേകാൻ വാ. മറ്റെവിടെ ഇന്നിനി ഞാൻ ആശ്രയം തേടിയിടും? ഈശോനാഥായൻ രാജാവായി ആത്മാവിൽ വാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.